ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചക്കക്കുരു എപ്പോഴും കാണും അല്ലേ. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങക്കോലും വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചക്കക്കുരു ഒക്കെ തോലൊക്കെ മാറ്റി നാലായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കോലും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മൺചട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മുരിങ്ങക്കോലും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചക്കക്കുരു ഇട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേകാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങക്കോല് രണ്ടായിട്ട് പൊളന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടികളൊക്കെ ചേർത്തതും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അത് തിളയ്ക്കുന്നതിനും ആ ഒരു ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനും വേണ്ടി മൂടി വെച്ച് കൊടുക്കാവേ. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, അതായത് ചെറിയ ജീരകമാണ് കേട്ടോ. ഈ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു തോരന്. അതേ നമ്മുടെ ചക്കക്കുരുവിൻ്റെയും മുരിങ്ങക്കോലിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കാരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളം നിർത്തിക്കൊണ്ട് വേണം കേട്ടോ നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ അരപ്പ് ചക്കക്കുരുവിലും മുരിങ്ങക്കോലിലും ഒക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളേ. അങ്ങനെ ആ അരപ്പോട് കൂടി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേ നല്ല ഡ്രൈ ആയിട്ട് ആ വെള്ളമൊക്കെ വറ്റിയൊന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കടുക് താളിച്ച് കൊടുക്കുക മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ആ കടുക് താളിച്ചത് നമ്മുടെ ഈ ഒരു തോരൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങക്കോല് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഒക്കെ എപ്പോഴും കിട്ടുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.